Hi friends, welcome to Yumi and Kerala. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ പൊതിച്ചോറാണ്. അപ്പം അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെമ്മീനാണ്. ഇത് തോല് കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വിധം മുകളിലത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പൊതിച്ചോറിനുള്ള ചെമ്മീനാണ്. ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെമ്മീൻ എടുക്കണം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മതി. പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് ഒരതിന് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കി കൊടുക്കാം. ചെമ്മീൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പം ചെമ്മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് പതുക്കെ വെള്ളം വറ്റിച്ചെടുക്കാം. ചെമ്മീൻ വെന്തിട്ടുണ്ട്. മൊത്തം വെള്ളം വറ്റിച്ച് കളയരുത്. അത് നമുക്കത് ഒലത്തിയെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ചെമ്മീൻ മാത്രം കോരിയെടുക്കാം. ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ചെമ്മീൻ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഒലത്തിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണ് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോള അരിഞ്ഞതാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ഇടാം. നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതിൽ ഒത്തിരി വേണ്ട, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂടത്തിൽ പച്ചമുളക് ഇടാം, വേപ്പിൻ്റെ ഇല ഇടാം. നമ്മൾ വേവിച്ചപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ടുള്ള കാരണം ഞാൻ ഇടുന്നില്ല. സവോള ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളറാവണം. ഇതിന് സവോളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഉള്ളി എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചെമ്മീൻ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് കുറച്ചിട്ടാൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം.
കാണുമ്പോൾ നല്ല കളർ തോന്നുന്നുണ്ട്, പക്ഷെ എരിവ് കുറവായിരിക്കും. നമ്മുടെ ചെമ്മീനിലൊക്കെ എരിവ് പിടിക്കുമ്പോൾ കുറവായിരിക്കും. ഇനി നമുക്കതിലോട്ട് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെമ്മീൻ വേവിച്ചപ്പോൾ ഉള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി തക്കാളി ഒന്ന് വേവുന്നതിന് വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇത് തന്നെ ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിലോട്ട് ഇടാം. നമുക്ക് ഇളക്കാം. ഇതിന്റെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ഒരു സ്വല്പം ഗ്രേവി ഉണക്ക് വേണം. ഇതിനകത്ത് ചോറ് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വറ്റിച്ചാൽ മതി. ഇനി നമ്മുടെ ചെമ്മീൻ പൊതിച്ചോറിന് ആവശ്യം ചോറാണ്. ഞാനിവിടെ ഒരു പൊതിക്കുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന വെള്ളരിയുടെ ചോറാണ്. കുത്തിരിയുടെ ചോറോ ബിരിയാണിയുടെ ചോറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ വരട്ടിയതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പെല്ലാം ആ ചോറിലും കൂടെ ആകണം. ശരിക്കും നമ്മൾ ചെമ്മീനൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് ആ ചട്ടിയിലിട്ട് ഇളക്കി ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ വളർത്തി അതിലോട്ട് ചോറ് മിക്സ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല വാട്ടി ഇലയിൽ പൊതി കെട്ടുന്നു. സൈഡിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് പതുക്കെ ഒന്ന് ചൂട് കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വാഴയില വാട്ടിയെടുക്കണം. അത് വാഴയില വാട്ടുന്നത് പൊതി കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വാഴയില വാട്ടി അതിൽ പൊതി കെട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതി കെട്ടുന്നത്. ഇനി വാഴയില ഇല്ലാത്തവർ ഇങ്ങനെ തന്നെ സെർവ് ചെയ്താലും കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു വാഴയില വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ തീ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. നമുക്ക് എല്ലാം വാടി കിട്ടും. നമുക്ക് എല്ലാ സൈഡും ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. വാട്ടിയില്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാട്ടി എടുക്കുന്നത്. പൊതി കെട്ടുന്നതിന് വേണ്ടി ഞാൻ വാഴയില വാട്ടി ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഇറക്കി വെച്ച് എല്ലാം നമുക്ക് ഈ കുഴുവിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചോറ്. ചോറ് ഞാൻ വാഴയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൂട്ടി കെട്ടിയെടുക്കണം. കൂട്ടി നമുക്ക് വാഴയുടെ ഒരു വള്ളി തന്നെ വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു റിങ് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ പൊതിച്ചോറ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കണം. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് പൊതി ഒന്ന് അഴിച്ചു നോക്കാം. സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്മീൻ പൊതിച്ചോറ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ. എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്